Hello, hi, dear friends. അപ്പോൾ നമ്മൾ അംബിസ്വാമിയുടെ കൂടെ തന്നെയാണ്. അംബിസ്വാമി ഒരു ഹായ് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് കുറച്ച് എന്താ പറയുക, കുറച്ച് ഷൈയാണ്. കുഴപ്പമില്ല, പക്ഷേ ഭയങ്കര കൈപ്പുണ്യം, ഒരു രക്ഷയില്ലാത്ത ആളാണ്. അപ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടൊരു കാര്യമാണ് പിങ്ക് പാലട. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പിങ്ക് പാലട. അപ്പോൾ സത്യത്തിൽ അതിൻ്റെ അതോറിറ്റി ആയിട്ടുള്ള ഒരാളിനെ കൊണ്ട് തന്നെയാണത് ചെയ്ത് കാണേണ്ടത് അല്ലേ. അപ്പോൾ സാക്ഷാൽ തൃശ്ശൂരിൻ്റെ അഭിമാനമായ ഫേസ് ഓഫ് തൃശ്ശൂരാണ് അദ്ദേഹം പാലട. ഇത് വലിയ എന്താ പറയുക, ലാർജ് സ്കെയിൽ 5,000, 10,000, 2,000 ആ റേഞ്ചിൽ കാണിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇതിപ്പോൾ എത്ര പേർക്ക്, ഒരു 2 ലിറ്റർ പാലില് അപ്പോൾ എത്ര പേർക്ക് കഴിക്കാൻ പറ്റും? നമുക്ക് എങ്ങനെ 1 ലിറ്റർ പായസം എന്തായാലും ഉണ്ടാവും. ഓക്കെ, 1 ലിറ്റർ പായസം എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ 2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്പെഷ്യലാണ് കേട്ടോ. ഇതിപ്പോൾ ഈ ഭാഗത്തൊക്കെ വാങ്ങാൻ കിട്ടും. പാലട എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ട്രിവാൻഡ്രം സൈഡിലൊക്കെ കുറവാണ്, എനിക്ക് അറിയില്ല കിട്ടുമെന്ന്. ഇത് കൊറോണ കാരണം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നല്ല അടയാണ്. ഇത് റെഡിമെയ്ഡ്. ഇത് വേവിച്ചെടുത്തിട്ട് ചെയ്യും. ചെറിയ അട. ഇത് ഗുരുവായൂർ ഭാഗത്തൊക്കെ, തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കിട്ടും. ഈ ഓക്കെ, 1 ലിറ്റർ വാട്ടർ. ഇതാണ് ഒരു അളവ് അല്ലെ, 100 grams. ചെറിയൊരു പേപ്പർ കപ്പ് ഇതിലേക്ക് ഇടാം. ഓക്കെ, ഇത് 1 ലിറ്റർ വെള്ളമാണ്. ആ, അത് ശരി. തിളച്ച് കഴിഞ്ഞാൽ ഇടുന്നു, അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യുന്നു. ഇനി അതിൽ കിടന്ന് വെന്തോളും എന്നാണ് പറയുന്നത്. ഇത് അപ്പോൾ ഉരുളിയിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കാൻ കാരണം ഈ പാല് അതിന് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം. ഇനി ഈ പാല് വറ്റണം അല്ലേ. ഇപ്പൊ 2 ലിറ്റർ പാൽ ഒഴിച്ചു. ഇത് എത്രയായിട്ട് കൂർക്കണം? 1 ലിറ്റർ, നേരെ പകുതിയായിട്ട് അത് വറ്റണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെ. പാട കെട്ടാൻ പാടുണ്ടോ? അത് കഴിഞ്ഞാൽ പാട കെട്ടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല അല്ലേ, പാട കെട്ടിയാലും കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇത് ആണ്. ഓക്കെ, അപ്പൊ അത് വെയിറ്റ് ചെയ്യാം. അപ്പൊ വെയിറ്റിംഗ് ടൈം. ഈ പാലടിക്കാൻ ഒരു ചരിത്രം ഉണ്ട് കേട്ടോ. അറിയാറില്ലേ, പഴയ കാലത്ത് അടപ്പുറമായിരുന്നു. അന്ന് നാളെയായിരുന്നു. നമ്മുടെ ഫാദർ തൊട്ടാണ് ഈ പാലട ഫീൽഡിൽ ഇറക്കിയത്. ഓ, സ്വാമിയുടെ അച്ഛനാണോ? ശരിക്കും പാലട ഇറക്കി. ഓ, ശരി. അതായത് ഒറിജിനൽ അംബിസ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അച്ഛൻ. ഇത് സുരേഷ് അംബിസ്വാമി. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛനാണ് പാലട തൃശ്ശൂർ. ഓ, അത് ഭയങ്കര 1975 മുതലാണ്. 70 വരെ നമുക്ക് ഈ നാളികേരത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല പഴയ കാലത്ത്. പിന്നെ അത് ഇതിപ്പോ തൃശ്ശൂര്, ഗുരുവായൂർ ഭാഗത്തൊക്കെ പാലട, എറണാകുളം സൈഡൊക്കെ പാലടയാണ്. പാലട എന്ന് പറഞ്ഞാല് ഒരു വിശേഷ പരിപാടിയില്ല. ഓണമാണെങ്കിലും എന്ത് ഫെസ്റ്റിവൽ ആണെങ്കിലും വിവാഹമാണെങ്കിലും. പക്ഷെ ട്രിവാൻഡ്രം സൈഡെല്ലാം അല്ല, അടപ്രഥമൻ, വലിയ അടയില്ല, കടല അതൊക്കെ ഉണ്ട്. പക്ഷെ പാൽപ്പായസം ഞങ്ങളുടെ ബോളി കൂട്ടി കഴിക്കാനുള്ള അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറയുന്നത് മനസ്സിലായി. അപ്പൊ ഇത് തിളയ്ക്കണം അല്ലെ. തിളച്ച് കഴിഞ്ഞിട്ട് കുറുകണം. 1 ലിറ്റർ ആകണം. ഈ ചരിത്രത്തോടൊപ്പം ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. എന്താ അറിയാമോ, ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ വന്നപ്പോ അല്ലേ, തൃശ്ശൂർ DCC പാലട. അങ്ങനെ ആദ്യമായിട്ട് പാലട കുടിക്കുന്നത് ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ സ്വാമിയുടെ കയ്യിൽ നിന്നുള്ള പാലടയായിരുന്നു. അതൊരു വലിയ സംഭവമല്ലേ. അത് ഒരു ചരിത്രം പോലെയാണ് സത്യത്തിൽ അല്ലേ. അതൊക്കെ റെക്കോർഡഡ് ആണ്, ആ ഇൻഫർമേഷൻസ് ഒക്കെ. എന്തായാലും ഒരു സംഭവമാണ് ഇത്. പാലടയുടെ ഉത്ഭവ സ്ഥലത്ത് തന്നെ എത്തിയല്ലോ ഞാൻ, കറങ്ങിത്തിരിഞ്ഞ്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിലെ ശ്രീ അംബിസ്വാമിയുടെ വർക്കിംഗ് പ്ലേസിൽ വന്നിട്ടാണ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഓണം സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള തൃശ്ശൂർ സ്റ്റൈലിലെ അല്ലെങ്കിൽ വടക്കൻ ഈ ഭാഗത്തേക്കൊക്കെ ഉള്ള സദ്യവട്ടങ്ങളുടെ പ്രധാന ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പാലടയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതായത് പാലിങ്ങനെ തിളച്ചുകൊണ്ട് ഇരിക്കുന്നു, കുറുകിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം അവിടെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഗ്യാപ്പിൽ സംസാരിക്കാൻ കയറിയതാണ്. അപ്പോൾ ഇതൊരു വലിയ കിച്ചണാണ് സത്യത്തിൽ. ഇറ്റ്സ് എ ബിഗ് വർക്ക് ഏരിയ. പിന്നെ ഇവർക്ക് വേറെ ഒരു കിച്ചണുണ്ട് കുറച്ചുകൂടി അപ്പുറത്ത് മാറിയിട്ട്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അതെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഇത് മാത്രം വളരെ ചെറിയ രീതിയിൽ ഫങ്ഷനിങ് ആണ്. അത്യാവശ്യക്കാർക്ക് മാത്രം ഓൺലൈനായിട്ട്
ഓർഡർ എടുത്തിട്ട് അവരുടെ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓണ സമയത്തും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ പാലടയൊക്കെ ഇനി കംപ്ലീറ്റ് ഓൺലൈനായിട്ട് സെയിലുണ്ടാകും. നമ്പറൊക്കെ ഞാൻ ഇതിൽ തന്നെ കൊടുക്കാം. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്താൽ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അയ്യോ ദൈവമേ, അത് കുടിച്ചു നോക്കണം, എന്താ ടേസ്റ്റ് അറിയോ. ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ആദ്യം പാലടയാണ് തന്നെ. അപ്പോൾ ഈ നിങ്ങൾ ഇന്ന് കണ്ട ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എല്ലാം കാണുന്ന എല്ലാം ഒരു ദിവസം എടുത്ത് ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നിങ്ങൾ കണ്ട കാര്യം, ഞാൻ കുറേ സെറ്റ് മുണ്ടൊക്കെ ഒരു 4-5 മാസം മുന്നേ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയുടെ അടുത്ത ആ സമയത്ത് ഞാൻ ബാലരാമപുരത്ത് മേടിച്ച് വെച്ചതാണ്. അത് ഇപ്പോഴാണ് ഉപകാരപ്പെട്ടത്. കൊറോണയൊക്കെ ആയതുകൊണ്ട് എനിക്ക് സെറ്റ് മുണ്ട് കൊടുത്തിട്ട് വേറെ സെലിബ്രേഷൻസ് ഒന്നും നടന്നില്ല. അപ്പോൾ ഇത് സത്യത്തിൽ എളുപ്പമായി കാര്യങ്ങൾ. എനിക്ക് വേറെ ഒരിടത്തും പോയി ഷോപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സമയമല്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പല പല ഡ്രസ്സ് ചെയ്തത്. പക്ഷേ ഈ ഒരു തിരക്കിൽ ഒരു ദിവസം നമുക്ക് ഇത്ര എടുക്കണം. അതുകൊണ്ട് ഭയങ്കര കാര്യമായിട്ടൊന്നും ഡ്രസ്സ് മാറുന്ന സമയത്ത് നീറ്റായിട്ടൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ ഞാൻ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് ഈ ഒരു പാലടയോടുകൂടി നമ്മൾ ഇവിടുത്തെ ഷൂട്ടിംഗ് എല്ലാം വൈൻഡപ്പ് ചെയ്യും. പറഞ്ഞാൽ തീരാത്ത അത്ര നന്ദിയുണ്ട് എനിക്ക് അംബിസ്വാമിയോടും കുടുംബത്തോടും. വിളിച്ച് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹവും ഫാമിലിയൊക്കെ വളരെ സപ്പോർട്ടീവായിട്ട് ഷൂട്ട് ചെയ്യാനെല്ലാം കാണിച്ചു തരാം, വന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുതന്നെ ഒരു വലിയ കാര്യമല്ലേ ഈ സമയത്ത്. എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സമയമല്ല. കാര്യം ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡും പല സ്ഥലവും കണ്ടെയ്ൻമെൻറ്റ് ഏരിയാസൊക്കെയാണ്. എങ്കിലും ഞങ്ങൾ വളരെ സേഫായിട്ട് സൂക്ഷിച്ചൊക്കെയാണ് വന്നത്. വഴിയിലൊന്നും അങ്ങനെ നിർത്തിയൊന്നുമില്ല. ഇവിടെയും എല്ലാവരും വളരെ കെയർഫുള്ളാണ്. തൊട്ട് ബാക്കിൽ തന്നെയാണ് വീടും ഒക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് വിശേഷങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും ഓണവിഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ട്രിവാൻഡ്രം നിങ്ങളോട് ഞാൻ പ്രോമിസ് ചെയ്ത 1-2 ഐറ്റം കൂടെ ഉണ്ട്. അത് ഞാൻ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ തിളയ്ക്കാറായി വരുന്നതേ ഉള്ളൂ. ആ ഒരു സ്റ്റേജിൽ നമുക്ക് പഞ്ചസാര ഇതുകൊണ്ട് 1 കപ്പാട്ട്. അപ്പോൾ 1ക്ക് 4 പഞ്ചസാര. അതെ. അപ്പോൾ നമ്മൾ 2 കപ്പ് പഞ്ചസാര ഇതിൽ ആദ്യം യൂസ് ചെയ്യും. ഓക്കെ, തിളയ്ക്കാനായിട്ട് തുടങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ആദ്യം 2 കപ്പ് പഞ്ചസാര. ടോട്ടൽ 4 കപ്സ് ആണ്. അതിലിപ്പോൾ 2 കപ്പ് ഇപ്പോൾ ഇടുന്നു. അപ്പോൾ ഈ പാൽ ഇപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ പാലിൻ്റെ കൊഴുപ്പ് അവിടെ നിൽക്കും. എന്താ വെച്ചാൽ പഞ്ചസാര പോയി വെള്ളമായില്ലോ. അതെ അതെ. പാടകെട്ടൽ ടെൻഡൻസി എല്ലാം പാടകെട്ടല്ല, പിന്നെ അടിയിൽ ഇരിക്കുന്ന പ്രശ്നം അടിക്ക് പിടിക്കുന്ന പരിപാടി ഉണ്ടാവില്ല. പാല് കൊഴുപ്പ് കളയാൻ പഞ്ചസാര ഇരുന്നത്. കൊഴുപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ പാല് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ പിടുത്തുണ്ടാവില്ല. പിന്നെ തിളയ്ക്കാൻ അതിന് സ്വതന്ത്രമായി തിളയ്ക്കുന്നത്. അതാണ് രസം. അടതേ വെന്ത് കഴിഞ്ഞു അല്ലേ? തിളച്ച വെള്ളത്തിലിട്ട് തീ ഓഫ് ചെയ്തേ ഉള്ളത്. നോക്കിയ അട നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. സോഫ്റ്റ് ആയി കഴിഞ്ഞു. ഇനി പാലൊന്ന് കുറുകിയാൽ മതി. ഇപ്പോൾ പാല് തിളച്ച് തുടങ്ങി. ഇനി പെട്ടെന്ന് തന്നെ അത് പകുതിയാകുമെന്നാണ് പറയുന്നത്. കുറച്ചുകൂടെ ഈസി ആയിട്ട് അത് കുറുകി വരും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, മറക്കണ്ട. പാല് ഈ തിളക്കണേക്കാട്ട് മുമ്പ് അടി പിടിക്കും. അട ഇട്ടാലും അടി പിടിക്കും. അതാണ് ഈ പാല് അടി പിടിക്കുന്നതിന്റെ. ഓ ശരി. അപ്പൊ അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കണം പറയുന്നത്. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പാല് സ്വതന്ത്രമായി കഴിഞ്ഞു. പക്ഷെ അടയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വെയിറ്റ് കൂടുതൽ ഇടയ്ക്ക് അത് താണുപോലെ താഴാണ്ടിരിക്കാൻ വേണ്ടി ആ തളയിൽ നമ്മൾ ശരിയാക്കി അടയുടെ വെയിറ്റ് ഇരിക്കുകയുള്ളൂ. കുക്കിംഗ് ഇസ് എ സയൻസ് എന്ന് പറയുന്നത് കൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ചെറിയ പോയിന്റ്സ് ആണ്. പക്ഷേ എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു പാചകം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് എക്സ്പീരിയൻസ് ആണ്. ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ എന്താ പറയണ്ടേ, അത് എക്സ്പീരിയൻസ് കൗണ്ട്സ് ഒരുപാട്. അപ്പോൾ പാല് വറ്റി അല്ലേ? നോക്കിക്കോളൂ, ഇതിന്റെ പകുതിയോളം വറ്റി. അതെ, കാണാം, അടയാളം കാണാം, നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഇങ്ങനെ നോക്കിയാൽ അറിയാം. ഈ സൈഡ് കാണുമ്പോൾ ഇവിടെ പാലിൻ്റെ അടയാളം കണ്ടോ? ഇവിടെ വരെ പാലുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത്രയും ഭാഗം വറ്റി. ഇങ്ങനെ താഴോട്ട് വീഴുന്നുണ്ടോ? സോ ദാറ്റ് മീൻസ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ 2 ലിറ്റർ 1 ലിറ്ററായി ചുരുങ്ങി. ഇനി നമുക്ക് അട ഇടാൻ പറ്റുമോ? ഓക്കെ. പിന്നെ അടയുടെ കാര്യം അതും കൂടെ ഒന്ന് പറയട്ടെ. അട നമ്മൾ വെള്ളത്തിൽ കുതിര പോലെ ഇങ്ങനെ തിളപ്പിച്ചു, അത് വെന്തിരിക്കുകയാണ്. പിന്നെ ഇത് കഴുകിയെടുത്തു. അതെ, അപ്പോൾ കഴുകണം നിർബന്ധമായിട്ട്. കഴുകി ഊറ്റി വെള്ളമൊക്കെ പോയി. അപ്പോൾ ഇനി ഇത് കിടന്ന് തിളയ്ക്കണം. ഇതിലിപ്പോൾ ഇനി അടയിലും കൂടെ മധുരം പിടിക്കാനാണ് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇടുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇതിനകത്ത് 2 കപ്പ് പഞ്ചസാര ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പഞ്ചസാരയുടെ മധുരമുള്ള പാലായതുകൊണ്ട് ഈ അട ഇതിൽ കിടന്ന് തിളച്ച് വീണ്ടും ഒന്നുകൂടി ഒന്ന് വേകുമ്പോൾ ആ മധുരം അടയിൽ കിട്ടും. അപ്പോൾ കറക്റ്റ്, പെർഫെക്റ്റ്. ഇത് ചമ്പ പച്ചരിയിലുണ്ടാക്കിയ അടയായിരിക്കും അല്ലേ? അത് കാരണം ഒരു പിങ്ക് കളറാണ്. അപ്പോൾ ഇനി ആ അടയുടെ നിറമാണ് ഈ പാലിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു പിങ്ക് പാലടയായി മാറും. അട
പാകത്തിന് വെന്താടെയാണെങ്കിൽ ഈ മധുരം പിടിക്കുന്ന രീതിയിൽ ആയി അടയ്ക്കും അതായി നോക്കി. ഇപ്പോൾ കളർ ചെറുതായി മാറി വരുന്നു, ഒരു പിങ്ക് ആയിക്കൊണ്ടേയിരിക്കുന്നു. ചെറിയൊരു കളർ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ലേ, ഒരു ലൈറ്റ്. അപ്പോൾ 3ാമത്തെ കപ്പ് പഞ്ചസാര ഇട്ടു. ഇനി ഇതിൻ്റെ കൂടെ കിടന്ന് വീണ്ടും തിളച്ചൊന്നും കൂടി ഒന്ന് കുറുകട്ടെ. അത് കഴിഞ്ഞിട്ട് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും 1 കപ്പും കൂടി ചേർക്കാം. ഇപ്പം തന്നെ നിറം മാറി തുടങ്ങും. ഇനി ഇച്ചിരി കൂടെ കുറുകി കഴിയുമ്പോൾ അത് പിങ്ക് പാലടയാകും. അപ്പോൾ 1:4 എന്നുള്ള റേഷ്യോ തെറ്റിക്കുന്നില്ല. 3 കപ്പ് പഞ്ചസാര കഴിഞ്ഞു. ഇനി 4ാമത്തെ കപ്പും കൂടി ചേർക്കാം. ഓക്കെ, യെസ്, നോക്കിക്കോളൂ. 4th. അപ്പോൾ കറക്റ്റ് ആയല്ലോ. ഇനി മധുരമൊക്കെ പെർഫെക്റ്റ് ആയിക്കോളും. ഇനി തിളച്ചൊന്ന് കൂടി കുറുകുമ്പോൾ ആ പിങ്ക് പാലട. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. പിങ്ക് പാലട നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നന്നായി ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിച്ചത് ഒരു വലിയ കാര്യം. ഈ അടയുടെ കളറിൽ നിന്നാണ് ഒരു പിങ്ക് ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഒരു എന്താ പറയുക, പാൽപ്പായസത്തിനൊക്കെ നമുക്കൊരു മഞ്ഞ നിറം, അതിൻ്റെയോടൊപ്പം അതും ചമ്പാപ്പച്ചരിയാണ് ഇടുന്നത് നുറുക്ക്. അപ്പോൾ ആ ഒരു കളർ ഇടണം. അങ്ങനെയൊക്കെയാണ് ഈ കളർ കിട്ടുന്നത്. പാല് വേകുന്ന ഒരു കളറും അതോടൊപ്പം അടയുടെ കളറും. നല്ല ആ മണം വന്നു തുടങ്ങി കേട്ടോ. പാല് വെന്ത് ആ പാൽപ്പായസത്തിൻ്റെ അതുപോലെ പാലട മണം. ഇപ്പോൾ ശരിക്കും നല്ല പാലടയുടെ മണം നന്നായി വന്നു തുടങ്ങി. ഇച്ചിരി കൂടെ കുറുകിയാൽ മാത്രം മതി. ഇല്ല, ട്രിവാൻഡ്രത്ത് പാൽപ്പായസത്തിലിടില്ല. അങ്ങനെയാണ് ട്രിവാൻഡ്രത്ത് സത്യം പറഞ്ഞ പാലട പെർഫെക്റ്റ് ഇതുപോലെയുള്ള പാലട ആരും ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെ ചിലരുണ്ടാക്കുന്നവർ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയിലൊക്കെ എടുത്തിടും. പക്ഷെ ഞാൻ എൻ്റെ കേറ്ററിങ്ങിനൊന്നും ഞാൻ പാലടയുടെ ഓർഡേഴ്സ് എടുക്കാറില്ല. ഞാൻ പറയും പാൽപ്പായസം ഉണ്ടാക്കി തരാമെന്ന് പറയും. കാര്യം നമ്മൾക്ക് അത്ര ഫെമിലിയർ അല്ലല്ലോ. പാലട ഉണ്ടാക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ചിലർ സേമിയ പായസം, അതായത് പാൽപ്പായസം അത്ര നന്നായി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേർമിസിലി പായസം, പക്ഷെ എല്ലായിടത്തും അല്ല കേട്ടോ. സിറ്റിയിലൊക്കെ നല്ല എന്താ പറയാ, കുറച്ച് വിപുലമായി നടത്തുകയാണെങ്കിൽ പാൽപ്പായസം തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കും. പിന്നെ കുറച്ച് അത്രയും എക്സ്പെൻസ് കുറയ്ക്കാനും കുറച്ചുകൂടി എളുപ്പത്തിന് ചെയ്യാനാണ് പാൽപ്പായസത്തിന് പകരം വെർമിസിലി. അങ്ങനെ നമ്മുടെ പിങ്ക് പാലട ഈസ് റെഡി. മിൽക്ക് മെയ്ഡ് ഒന്നുമില്ല, ഇത് പ്യോർ. ഞാൻ കൂടെ നിന്ന് ഇത് വറ്റുന്ന എല്ലാം കണ്ട് മനസ്സിലാക്കി. അങ്ങനെ ആരും പറയില്ല, ഡോണ്ട് വറി, ഞാൻ ഗ്യാരണ്ടി. ഇത് നോക്കിയേ, ആ കളർ നോക്കിയേ, പിങ്ക് പാലട, ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് യെല്ലോ ഷെയ്ഡ്. ഇനി ഓഫ് ചെയ്യാം. ഇനി ഇരുന്ന് കുറച്ച് നേരം തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് നല്ലൊരു കുറുകി നല്ലൊരു ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ആ ടെക്സ്ചറിലേക്ക് വരും. നല്ല മണം, പാല് വെന്ത് ആ കുറുകിയതിൻ്റെ ഒരു സ്മെൽ. സോ നൈസ്, ഗുഡ് ഫ്ലേവർ. ഇതിൽ ആവശ്യമില്ലാതെ ഏലക്കാപ്പൊടിയോ അണ്ടിപ്പരിപ്പോ കിസ്മിസോ നെയ്യോ ഒന്നും ചേർക്കരുത്. ചേർത്താൽ പോയില്ലേ കംപ്ലീറ്റ്. യെസ്, അപ്പം എൻ്റെ ഒരു കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ഇങ്ങനെ. പാല് വെച്ചപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു, കണ്ടല്ലോ. ഈ അളവ് പായസമായപ്പോൾ ഇത്രയായി. അപ്പം ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇങ്ങനെ അതിനൊരു പാലട തന്നെ ആയിക്കോട്ടെ അല്ലേ. ഞാൻ സ്വന്തമായിട്ട് കുറച്ചെടുത്തു. ഇനി ഇത് ഇരുന്ന് കുറുകി ആ ഒരു തണുക്കാനുള്ള സമയമില്ല. ധാരാളം, നല്ല മധുരം, നല്ല സ്വാദ്, എക്സലൻറ്റ്. അപ്പം നിങ്ങൾ കുറേ നാളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഓണത്തിന് പിങ്ക് പാലട വേണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കായിട്ട് നമ്മളിത് സമർപ്പിക്കുകയാണ് അല്ലേ. മിൽക്ക് മെയ്ഡ് ഒന്നും വാങ്ങണ്ട, ഇത് ഇങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തൃശ്ശൂർ സ്റ്റൈലിലെ ഡിഫറെൻറ്റ് ഓണ വിഭവങ്ങൾ, ഇലയിൽ നിന്ന് ഓടിപ്പോകാത്ത ഇതിനെ തൊട്ട് കറികൾ ഉൾപ്പെടെ സാമ്പാർ എന്തൊക്കെയാണ് കാണിച്ചു തന്നെ. ഇപ്പോൾ അതിൻ്റെ ഒരു ഗ്രാൻഡ് ഫിനാലെ പോലെ പായസം,
അപ്പോൾ ഇനി എന്താ ഞാൻ പറയേണ്ടത്, എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ടൊന്നും മതിയാവില്ല സത്യം പറഞ്ഞാൽ, അത്രയും സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ വളരെ വളരെ നീ താങ്ക് യു സോ മച്ച്. അതെ തീർച്ചയായിട്ടും 2020 കഴിഞ്ഞു 2021 വന്നോളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നമ്മൾ കുറേ വർഷം മുന്നെയാണ് കണ്ടിരുന്നത്, ഇടയ്ക്ക് കുറേ നാൾ കാണാനൊന്നും പറ്റുന്നില്ല, പക്ഷെ കോൺടാക്ട് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും അറിയാലോ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ. അതെ അതൊക്കെ വലിയൊരു സഹായമായിരുന്നു. കാര്യം കണ്ണൂർ ഒരു കേറ്ററിംഗ് എടുത്തിട്ട് ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് പാത്രം കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, അത് ഇവിടുന്ന് സ്വാമിയാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തത്. ഇവിടെ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട്, എല്ലാ പാത്രം കയറ്റി വിട്ടു. അതെ അതെ വലിയ സന്തോഷമായിരുന്നു ആ സംഭവമൊക്കെ. എന്തായാലും സന്തോഷം. അപ്പോൾ ഇന്നിനി അപ്പോൾ നമ്മൾ രാത്രിയായി, ഞങ്ങൾ രാവിലെ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോൾ രാത്രിയോടുകൂടി സമാപിപ്പിക്കും. നിങ്ങൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോകും. അപ്പോൾ രാത്രി ഇനി പ്രത്യേകിച്ചൊരു യാത്രയില്ല, യാത്ര ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം നേരെ ട്രിവാൻഡ്രം. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലാണ് ഞാനിപ്പോൾ താങ്ക് യു പറഞ്ഞിരിക്കുന്നത് സ്വാമിയോട്. അപ്പോൾ ഒരു ബ്രാൻഡാണ് അംബി സ്വാമി എന്ന് പറയുന്നത്, തൃശ്ശൂരിൻ്റെ ഒരു എന്താ പറയുക അല്ലേ ഒരു ഫേസാണ്. അപ്പോൾ ഇവിടെ ഈ പാൽപ്പായസമൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്താൽ ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ കിട്ടുമായിരിക്കുമല്ലോ അല്ലേ ഓണ സമയത്ത്. ഞാൻ ഫോൺ നമ്പറൊക്കെ കൊടുത്തേക്കാം, നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, മറക്കണ്ട. അപ്പോൾ ഓണസദ്യയും എല്ലാം കിട്ടും, നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി. പക്ഷേ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓണ വിഭവങ്ങൾ ഓണം സീരീസ് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, നമ്മൾ തൃശ്ശൂരിൻ്റെ എല്ലാം അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ തൊട്ട് നിങ്ങൾ ട്രിവാൻഡ്രത്തെ നിങ്ങൾ ആഗ്രഹിച്ച 1-2 ഐറ്റം കൂടി കാണിക്കാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.